Trivians, it's me Lakshmi and today we are exploring the city on a KSRTC double-decker bus. ആദ്യമേ ഞാൻ നമ്മുടെ കാറ് പാർക്ക് ചെയ്തത് ഗാന്ധി പാർക്കിനുള്ളിലാണ്. അപ്പോൾ 3 ഹവേഴ്സിന് അവർ 30 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. 4 മണിക്കുള്ള ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്. സോ 4:10 ആയപ്പോൾ നമ്മുടെ ബസ് ഈ സ്പോട്ടിലെത്തിയായിരുന്നു. നമ്മുടെ ഗാന്ധി പാർക്കിൻ്റെ ഓപ്പോസിറ്റും നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ബാക്കിലുള്ള ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ഈ ബസ് വരുന്നത്. സോ നമ്മുടെ ഈ നഗരക്കാഴ്ചകളിൽ ആദ്യമേ നമ്മൾ പോകുന്നത് കൗടിയാറിലോട്ടാണ്. സോ നമ്മുടെ കൗടിയാറിലോട്ടുള്ള റൂട്ട് ഒന്ന് നോക്കാം. ആദ്യമേ പോകുന്നത് സ്റ്റാച്യു വഴി ആയതുകൊണ്ട് സെക്രട്ടേറിയറ്റ് കണ്ടാണ് പോണത്. അടുത്ത സ്റ്റോപ്പ് പാളയമാണ്. സോ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം കറങ്ങിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് PMG, അപ്പോൾ നിയമസഭാ മന്ദിരം വഴിയാണ് പോകുന്നത്. പിന്നെ മ്യൂസിയം, കനകക്കുന്ന്, അത് കഴിഞ്ഞ് നമ്മുടെ എൻഡ് ചെയ്യണത് നമ്മുടെ കൗടിയാർ പാലസിലാണ്. ഈ സ്ഥലങ്ങളെല്ലാം ജസ്റ്റ് നമ്മൾ കണ്ടു പോകുന്നതേ ഉള്ളൂ, അല്ലാതെ അവിടെ ഒന്നും ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഡബിൾ ഡെക്കറിൽ പോകുമ്പോൾ ആകെ ഒരു പേടിയെന്ന് വെച്ചാൽ ലൈൻ കമ്പികളാണ്. കാരണം ലൈൻ കമ്പികളെല്ലാം നല്ല താന്നാണ് ഇരിക്കുന്നത്. സോ അത് തട്ടുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതെല്ലാം നല്ല അടുത്ത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കുനിയുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ കൗടിയാർ പാലസ് കറങ്ങി നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖത്തോട്ടാണ്. നമ്മുടെ ശംഖുമുഖത്തോട്ട് പോകുന്ന റൂട്ട് ഏതെന്ന് വെച്ചാൽ പാളയം, ജനറൽ ഹോസ്പിറ്റൽ, പിന്നെ നമ്മുടെ സെൻട്രൽ മോൾ, അതായത് നമ്മുടെ പാറ്റൂർ, ചാക്ക, പിന്നെ ശംഖുമുഖം. പിന്നെ നമ്മുടെ പാളയത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, ഇറ്റ് ഹാസ് ചർച്ച്, മോസ്ക് ആൻഡ് ടെമ്പിൾ ഓൾ ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ. ആ ഒരു യുണീക്ക് കോമ്പിനേഷൻ നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ഇരുന്ന് കാണുമല്ലോ, അതൊരു വേറൊരു വൈബ് തന്നെയാണ്. എന്തായാലും ഇവർ നമ്മളെ ശംഖുമുഖത്തോട്ട് കൊണ്ടുപോകണോണ്ട് ഞാൻ വിചാരിച്ചു ബീച്ച് ഒന്ന് ചുറ്റി കാണിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. പക്ഷേ ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തന്നത് പോലെയായിരുന്നു. കാരണം ഇവർ ബീച്ചൊന്നും ചുറ്റി കറങ്ങിയില്ല. അതിന് പകരം ശംഖുമുഖം ദേവി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് തന്നെ ടേൺ എടുത്തിങ്ങി വരികയാണ് ചെയ്തത്. സോ ഇവിടെ നിന്ന് നേരെ അവർ പോയത് നമ്മുടെ ആക്കുളത്തോട്ടാണ്. ആക്കുളത്തോട്ട് പോകണോണ്ട് തന്നെ നമ്മുടെ ലുലു മോൾ വഴിയാണ് പോയത്. നമ്മുടെ ആക്കുളം എത്തിയിട്ട് MGM സ്കൂളിന് മുമ്പായിട്ട് ആ ജംഗ്ഷനിൽ തന്നെ അവർ തിരികെയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് നേരെ ഈ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവർ ചാക്ക ഈഞ്ചക്കൽ റൂട്ടാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ ഈഞ്ചക്കൽ എത്തിയതും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കാരണം ഈവനിങ് ഒക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ഓഫീസ് വിടുന്ന ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എന്നിരുന്നാലും മാക്സിമം ഒരു 15 മിനിറ്റ്സ് ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ ഫസ്റ്റ് ടൈം ഇതിൽ കയറുന്നവർക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് നമുക്ക് കാണാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് www.ksu.in കയറിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് അവിടെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ KSRTCSwift.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ കയറി നമ്മുടെ ഈ റൗണ്ട് വേ ട്രിപ്പ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 വേ അല്ല സെലക്ട് ചെയ്യേണ്ടത്, റൗണ്ട് ട്രിപ്പ് വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സിറ്റി റൈഡിന് വേണ്ടി. അപ്പോൾ ട്രാവലിംഗ് ഫ്രം നമ്മൾ കൊടുക്കേണ്ടത് ഈസ്പോർട്ട് സിറ്റി റൈഡാണ് ആൻഡ് ട്രാവലിംഗ് ടു ഈസ്പോർട്ട്. സോ നമ്മുടെ അപ്രോപ്രിയേറ്റ് ടൈം ചൂസ് ചെയ്തിട്ട് സെലക്ട് സീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ആൻഡ് അതിൽ തന്നെ അപ്പർ ആൻഡ് ലോവർ സീറ്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 2 ടാബ് എടുക്കുമ്പോൾ തന്നെ കാണാം, ലോവർ സീറ്റർ ആണെങ്കിൽ ലൈക്ക് 100 റുപ്പീസേ ഉള്ളൂ, അപ്പർ സീറ്റർ ആകുമ്പോൾ 200 റുപ്പീസ്. നമ്മുടെ ഈസ്പോർട്ട് സിറ്റി റൈഡിൻ്റെ ടൈമിങ്സ് എന്ന് വെച്ചാൽ 3 to 10 PM വരെ ഉണ്ട്. 1 hour 45 minutes ആണ് ഈ ഒരു റൈഡ്. ഓൾസോ ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം വേറെയും കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ലൈക്ക് ബോർഡിംഗ് പോയിൻറ്റ്സ്, ഡ്രോപ്പിംഗ് പോയിൻറ്റ്സ്, ത്രൂ സിറ്റീസ്, ട്രിപ്പ് ഇൻഫർമേഷൻ, ക്യാൻസലേഷൻ പോളിസി. സോ ബോർഡിംഗ് പോയിൻ്റ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിൻറ്റ് നമുക്കറിയാം ഈസ്പോർട്ടാണ്. ആൻഡ് വയാ സിറ്റീസ്, അതായത് ത്രൂ സിറ്റീസ് നമുക്കെടുത്താൽ നമ്മുടെ ഈ ബസ്സിൻ്റെ ഹോൾ റൂട്ട് നമുക്കതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ട്രിപ്പ് ഇൻഫർമേഷനും അതേപോലെ തന്നെ ലൈക്ക് ടു ആൻഡ് ഫ്രം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടൈമിങ്ങും കാണിക്കുന്നുണ്ട്, ലൈക്ക് 3 o'clock കയറുവാണെങ്കിൽ 4:45 തിരിച്ചെത്താം. പിന്നെ ഇതിൻ്റെ ക്യാൻസലേഷൻ പോളിസി നോക്കിയാൽ തന്നെ അറിയാം, 3 days മുമ്പാണെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 days മുമ്പാണെങ്കിൽ 90% നമുക്ക് കിട്ടും. ആൻഡ് 1 or 2 days ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ 75% to 60% ആണ് കിട്ടുന്നത്. ആൻഡ് 2 hours മുമ്പാണെങ്കിൽ 0 റീഫണ്ട്. And that's a wrap on my KSRTC City Bus ride. And I hope you guys have enjoyed the journey and all details will be mentioned in the description below. And as always, if you like this vlog, do like, share and subscribe for more fun content. This is me Lakshmi signing off. See you in the next one.